ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? നല്ല അടിപൊളിയായിട്ടുള്ളൊരു അടുക്കുപത്രിയാണ്. നമ്മൾ മുമ്പ് അടുക്കുപത്രി ചെയ്തിട്ടുണ്ട്, പഴം വെച്ചിട്ടും മുട്ട വെച്ചിട്ടുമൊക്കെ മധുരമുള്ളത്. അപ്പോൾ ഇത് സ്പൈസി ആയിട്ടുള്ള അടുക്കുപത്രിയാണ്. നമ്മൾ ചിക്കൻ മസാല ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. മെയിനായിട്ട് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. കൂടുതലും ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുത്തിട്ടുള്ള ചിക്കനാണ്. ഞാനിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ചെറുതായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ 1/4 ടീസ്പൂണ് നിറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല തിക്ക് പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്താൽ മതി. മസാല നല്ല തിക്കായിട്ട് പരണ്ടിരിക്കുന്ന ഒരു പരുവം. നമ്മൾ സാധാ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഒരുപാട് മസാലയൊന്നും വേണ്ട, നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ബാക്കിയുള്ള എണ്ണ നമ്മൾ മസാല ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ഒരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ്ട, ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു സൈഡ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നും. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ ഇതിൽ നിന്നും മാറ്റിയാൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു ബാക്കിയുള്ള എണ്ണ നമ്മൾ സവാളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു ഫ്രൈ ചെയ്ത ചിക്കന് ഇനി നമ്മളിത് ചൂടാറി കഴിയുമ്പോൾ കൈകൊണ്ട് തന്നെ ഒന്ന് അടർത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ടല്ല ക്രഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല, നല്ലോണം ചെറുതായിട്ട് ഒരു പൊടിഞ്ഞ് വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് കൈകൊണ്ട് അടർത്തിയെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ബ്ലെൻഡറിലോട്ട് ഞാൻ ചെറിയ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വലിയ പച്ചമുളകൊന്നുമല്ല, മീഡിയം സൈസിലുള്ള 2 പച്ചമുളക്, 1-2 പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ ഇതിലോട്ട് കുറച്ച് ഇഞ്ചി, 1/2 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 10-12 എണ്ണം വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, ക്രഷ് ചെയ്തെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടായ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചേർത്തിട്ട് ഇത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എണ്ണ കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സവാള ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണ മാറ്റി വെച്ചാൽ മതി. കുറേ കൂടുതൽ നമ്മൾ ആദ്യം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് തന്നെ ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഈ ഒരു സമയത്ത് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 തണ്ട് കറിവേപ്പിലയൊക്കെ മതിയാകും. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരിച്ചിരി മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ള് മാത്രം. പിന്നെ ഇതിലോട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക.
പിന്നെ ഒരിച്ചിരി കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ആദ്യം ഫ്ലെയിം നല്ലോണം കുറക്കാട്ടോ, നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം കുറക്കണം. അപ്പോൾ ഇതിലോട്ട് മുളക് പൊടി അങ്ങനെ നമ്മൾ പച്ചമുളക് അതുപോലെ കുരുമുളക് പൊടിയൊക്കെയാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കണ്ട, ഒരിച്ചിരി മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഈ ഒരു മസാലയിൽ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കനും കൂടെ ഇങ്ങനെ വഴന്ന് വരുമ്പോൾ മസാലയൊക്കെ പിടിക്കുമ്പോൾ നല്ല പറഞ്ഞൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിൽ നിന്നും നല്ല ഡിഫറെൻ്റാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാം ഈ ഒരു രീതിയിലുള്ള മസാലയും, എല്ലാ സ്നാക്കിനും യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ചിക്കനാണ് നമ്മൾ ഇതിൽ കൂടുതൽ ചേർക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് കുറച്ചിട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് ചേർത്തിട്ടും ചെയ്യാം. ക്യാപ്സിക്കം, ക്യാബേജ് ഒക്കെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇതിലേക്കുള്ള നമ്മൾ മാവ് റെഡിയാക്കണം, ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാവിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1/2 കപ്പ് പാൽ, സാധാ പശുവിൻ പാലാണ്, 1/2 കപ്പ് നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മാവിൻ്റെ പരുവൊക്കെ പാകത്തിനായിക്കോളും. പിന്നെ നല്ലോണം തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം അല്ലെങ്കിൽ പാലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ നമുക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ മാവ് നമുക്ക് വേണ്ടത്. നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഇനി ഒരു പാൻ ചൂടായ ശേഷം ഫ്ലെയിം നല്ലോണം നല്ലോണം കുറച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുക്കുക. കുറച്ച് തിന്നായിട്ട് തന്നെ ഇതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് മുകൾ ഭാഗം കുക്കായി വരുന്നതിന് മുന്നേ തന്നെ, നല്ല കംപ്ലീറ്റ് കുക്കാകുന്നതിന് മുന്നേ തന്നെ ഇതിൽ നേരെ പകുതി പാകത്തേക്കാണ് നമ്മൾ ഈ ഒരു മസാല വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഴം വെച്ചിട്ടുള്ള അടുക്ക് പത്തിരി, അതുപോലെ മുട്ട അടുക്ക് പത്തിരിയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സ്വീറ്റായിട്ടുള്ള ആ ഒരു മസാല ഫില്ലിംഗ് ഉണ്ടാവുമല്ലോ, അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതുപോലെ പകുതി പാകത്തേക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഇത്ര അധികം തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മസാല കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മസാലയുടെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കുറക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നല്ലോണം കുക്കാകുന്നതിന് മുന്നേ തന്നെ വേണം നമ്മൾ മടക്കി കൊടുക്കാനായിട്ടല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും ആ ഒരു പാകമൊക്കെ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് മാവ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗത്തേക്ക് തന്നെ തുടങ്ങാം കേട്ടോ മാവ് ഇട്ട് കൊടുക്കാനായിട്ട്, ആ ഒരു കാൽഭാഗത്തേക്ക്. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ആക്കി കൊടുത്താൽ മതി, കുറച്ച് തിന്നായിട്ട് തന്നെ. ഇനി ഈ ഒരു ഭാഗം കൂടി നമ്മൾ നല്ലോണം കുക്കാകുന്നതിന് മുന്നേ തന്നെ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മറ്റേ ഭാഗത്തേക്കൊക്കെ ഇതുപോലെ കുറച്ച് ഞാൻ മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു പാകമൊക്കെ ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ കുക്കാകുന്നതിന് മുന്നേ ഇതുപോലെ ഈ ഒരു പകുതി ഭാഗത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് മറ്റേ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. ഫില്ലിങ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത പാകമല്ല, മറ്റേ പാകം ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ ബാക്കി പാകം അവിടെ കാലിയായില്ലേ, അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാവിട്ട് കൊടുക്കുക. നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു മടക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ. എന്നിട്ട് ഇതുപോലെ നമ്മൾ മാവ് ഇങ്ങനെ ദോശയുടെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ ബാക്കി ഇതുപോലെ ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ
കണ്ടിന്യൂ റിപ്പീറ്റ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിലുള്ള മാവും അതുപോലെ മസാലയും ഒക്കെ തീരുന്നവരെ ഇതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ മസാല വെച്ച് കൊടുക്കുമ്പോഴും ഒക്കെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടരുത്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ദോശയൊക്കെ നല്ലോണം കുക്കാകുന്നതിന്, നമ്മൾ ചുട്ടെടുത്ത ദോശ കുക്കാകുന്നതിന് മുന്നേ തന്നെ, ഓവറായിട്ട് കുക്കാകുന്നതിന് മുന്നേ തന്നെ മസാല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ കാണിച്ച പോലെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് മൊത്തം തീർന്നു, കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മസാലയും പാകത്തിന് തന്നെ ആയിട്ടുണ്ട്, മസാലയും ബാലൻസ് ഒന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ മസാല കുറച്ച് നല്ല കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നുമില്ല, എന്നാലും നല്ലോണം കട്ടിക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് മടക്കി എടുക്കുമ്പോഴൊക്കെ ആ ഒരു ഫില്ലിങ്ങൊക്കെ നല്ലോണം ഇങ്ങനെ എന്താ പറയുക, അതന്നെ കൂടുതലായി പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കുറച്ച് ഇങ്ങനെ ഒരു തിൻ ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ അവസാനം ഇതുപോലെ അവസാനം നമ്മൾ ആ ഒരു പാകം മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ ഫില്ലിങ്ങും അതുപോലെ ദോശയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇട്ട് കൊടുത്ത ദോശ കുറച്ച് നല്ല വലിയ ദോശ തന്നെ ആക്കി കൊടുക്കട്ടെ. ഇതിപ്പോൾ കുറച്ചൊന്ന് സൈസ് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഇതിൻ്റെ ഈ ഒരു അറ്റമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. മറ്റേ മൈദമാവനെ, നേരത്തെ ദോശമാവനെ ബാലൻസ് വെച്ചത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ബാലൻസ് ഉള്ള ദോശമാവ് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, ഇതിലോട്ടൊക്കെ ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കുക. നമ്മളിത് തിരിച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ അത് കുക്കായിക്കോളും. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി മൊത്തം ലെയർ ഉണ്ടല്ലോ, ആ ഒരു ലെയറൊക്കെ ഒന്ന് കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മാവ് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഈ ഒരു സൈഡൊക്കെ കൂടുതൽ തന്നെ മാവ് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു പാകമൊക്കെ മൊത്തത്തിൽ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ കവറായി കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മാവ് ഒരു ഇച്ചിരി കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, മറ്റേ പാകത്തേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് തന്നെ ഓവറായി പോകും. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ തിരിച്ചും മറിച്ചും ഇനി നന്നായിട്ടൊന്ന് കളറൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് വീണ്ടും നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിലും കൂടെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അപ്പോൾ ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. സൈഡിലോട്ടൊക്കെ ഇതുപോലെ കുറച്ചൊന്ന് ആക്കി കൊടുത്താൽ മതി. അതുപോലെ മുകൾ ഭാഗത്തേക്കും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി മറ്റേ ഭാഗത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കളറായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ, ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ല, കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം, ചെറുതായിട്ട് ചൂടാറി വരുമ്പോൾ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം, കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അടുക്ക് പത്തിരിയാണ്. നല്ല മസാലയൊക്കെ, ചിക്കൻ മസാലയൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ആ ഒരു റെസിപ്പി കണ്ടിട്ടുള്ളവർക്കറിയാം. ആ ഒരു പഴം വെച്ചിട്ടുള്ള അടുക്ക് പത്തിരി ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ. അത് വേറൊരു ടേസ്റ്റാണ്. ഇത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ മസാലയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ്. അപ്പോൾ രണ്ടും അതിൻ്റേതായ രീതിയിൽ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പാർട്ടികളിലാണെങ്കിലും വിരുന്നുകാർ വരുമ്പോഴാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ, കാണാനും ഒരു ഭംഗിയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്